സാർ, ഈ സുപ്രീം കോടതിയിൽ നടക്കുന്ന ഒരു കേസിൻ്റെ കുറച്ച് വിവരങ്ങളെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നത്. അതായത് ഒരാൾ ശിക്ഷിക്കപ്പെടുന്നില്ല, ഒരു കേസിൽ അയാൾ പ്രതിയാക്കപ്പെടുന്നു, പക്ഷേ പിന്നീട് അയാൾ കുറ്റവിമുക്തനാകുന്നു, അയാൾ പ്രതിയല്ല, ഒരു തെളിവുമില്ല. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞും ഇയാളെക്കുറിച്ച് ഡിജിറ്റൽ സ്പേസിലൊക്കെ അന്വേഷിച്ചാൽ ഇയാൾ പണ്ടിങ്ങനത്തെ കേസിൽ പെട്ടു, അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ വിദേശത്ത് അങ്ങനെ കിട്ടില്ല എന്നും പറയുന്നു. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസാണോ ഈ സുപ്രീം കോടതി? കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതിയിൽ ഇങ്ങനൊരു കേസ് വന്നിട്ടുണ്ട്. കുറ്റവിമുക്തൻ്റെ വിസ്മൃതി അവകാശം എന്ന് നമുക്ക് പറയാം. അതായത് റൈറ്റ് ടു ബി ഫോർഗോട്ടൺ, മറക്കാനുള്ള അവകാശം, അതിനെ സംബന്ധിച്ചിട്ടുള്ള കേസാണിത്. ഇതിപ്പോ ഉദാഹരണത്തിന് ഇപ്പോ അങ്ങയുടെ പേരിൽ ഒരു കൊലക്കേസ് ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ, കെട്ടിച്ചമച്ചത് ഓക്കെ ആകാം, കോടതിയുടെ മുമ്പിൽ വരുന്നു, അങ്ങ് കുറ്റവിമുക്തനാക്കപ്പെടുന്നു. പക്ഷെ അങ്ങ് ഈ പണ്ടൊരു കൊലക്കേസിൽ പ്രതിയായിരുന്നു എന്നുള്ള വിവരം അങ്ങയുടെ പേര് വെച്ചിട്ട് ചുമ്മാ മർഡർ കേസിന് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്റർനെറ്റിൽ കിട്ടും അങ്ങനെ ഒരാളുടെ. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ അതുകൊണ്ട് ഈ കുറ്റവിമുക്തനായ ആൾക്ക് വിദേശത്ത് പോയി ഒക്കെ ജീവിക്കാൻ പറ്റുമല്ലോ. പലപ്പോഴും അങ്ങനെ ജീവിക്കാൻ പറ്റുന്നില്ല. കാരണം അവിടെ സെർച്ച് നടക്കുമ്പോൾ, അവിടെ പൗരത്വം കൊടുക്കുമ്പോൾ അവർ സെർച്ച് ചെയ്ത് നോക്കും, വിസ തുടങ്ങിയ രേഖകൾ കൊടുക്കുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ജോലി, ഒരു സ്ഥലത്ത് ജോലിക്ക് അപേക്ഷിച്ചു, ഇങ്ങനെ സിനുജി എന്ന് പറഞ്ഞിട്ട് ഒരാൾ അപേക്ഷിച്ചു എന്ന് കണ്ടിട്ട് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇയാൾ പണ്ട് ഇങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്, കുറ്റവിമുക്തനാക്കിയിട്ടുണ്ടെങ്കിലും ഇത് റിസ്ക് ആയിരിക്കും, നമ്മൾ എടുക്കണ്ട, ഒരു മുൻവിധി വരും, മുൻവിധിയൊക്കെ വരും. അങ്ങനെ അപ്പോൾ ഒരു സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം, പിന്നെ അവകാശങ്ങൾ നിഷേധിക്കൽ, ഇതൊക്കെ ഇങ്ങനെ ഡിജിറ്റൽ സ്പേസിൽ ഇപ്പോൾ ഇന്ത്യ കാനൂൺ എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റ് ഉണ്ട്. അതിൽ മുഴുവൻ വിധികളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ പഴയ സിനിമാ കേസുകളൊക്കെ ഞാൻ സെർച്ച് ചെയ്യുമ്പോഴും ഇന്ത്യ കാനൂണിൻ്റെത് കിട്ടാറുണ്ട്. ഇന്ത്യ കാനൂൺ എന്ന് പറഞ്ഞ സൈറ്റിൽ മിക്കവാറും എല്ലാ കോടതി വിധികളും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ചരിത്ര പ്രാധാന്യമുള്ള മിക്കവാറും വിധികളൊക്കെ അതിൽ കിട്ടും. പഴയതും ഒക്കെ കിട്ടും അതിൻ്റെ അകത്ത്. മുഴുവൻ വായിച്ചു നോക്കി എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഹൈലൈറ്റ്സ് മാത്രമല്ല, മുഴുവൻ വിധിയും അതിനകത്തുണ്ടാവും. ഇൻ ദ കോർട്ട് ഓഫ് ഇന്ത്യ എന്നാള് ഡേറ്റ് മുഴുവൻ. അപ്പോൾ ഇന്ത്യ കാനൂണുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുമ്പിൽ ഈ കേസും വന്നിരിക്കുന്നത്. ഇതിന് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ റൈറ്റ് ടു എറേഷർ എന്ന് പറയും. എറേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ റബ്ബറൊക്കെ ഉപയോഗിച്ചിട്ട് മായ്ച്ചു കളയില്ലേ, മായ്ക്കുക. റൈറ്റ് ടു എറേഷർ, മായ്ച്ചു കളയാനുള്ള അവകാശം എന്ന് പറഞ്ഞ് യൂറോപ്യൻ യൂണിയനിലൊക്കെ ഇത് നിലനിൽക്കുന്നുണ്ട്. അത് ഇന്ത്യയിലും കൂടി നടപ്പാക്കുമോ എന്നതാണ് ഈ സുപ്രീം കോടതിയുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ള കേസിൽ നിന്ന് നമ്മൾ കണ്ടറിയേണ്ടത്. അപ്പോൾ അതൊരു മൗലികാവകാശമാണോ, പ്രശ്നമാണോ? അത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡും വേറെ 2 പേരും അടങ്ങിയ ബെഞ്ചാണ് ഇത് പരിശോധിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച ഇത് ഫയലിൽ സ്വീകരിച്ച് ഇട്ടുണ്ട്. മദ്രാസ് ഹൈക്കോടതിയിൽ ഫെബ്രുവരി 27 മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് വന്നൊരു വിധിയാണ് ഇതിന് ആധാരം. ആ വിധി ഇന്ത്യ കാനൂണിൽ വന്നിട്ടുണ്ട്. ആ ഇന്ത്യൻ കാനൂൺ എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്നുള്ള ഒരു വിധിയുടെ ഡീറ്റെയിൽസ് എടുത്ത് കളയണം എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ ഒരാൾ പോയി. കേസ് എന്താണെന്ന് വെച്ചാൽ 2014 ഒരു ബലാത്സംഗവും വഞ്ചനയും ഉൾപ്പെട്ട കേസായിരുന്നു. ആ കേസിൽ അയാളെ വിട്ടയക്കാനായിട്ട് 2021 ഹൈക്കോടതിയെ ഇയാൾ വിട്ടയച്ചിരുന്നു. ഈ ഇന്ത്യ കാനൂണിൽ നിന്ന് 2014 ഈ കേസിൻ്റെ വിശദാംശങ്ങൾ ആ വിധി തന്നെ അപ്ലോഡ് ചെയ്തെടുത്ത് കളയണം എന്നാവശ്യപ്പെട്ട് അദ്ദേഹം മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. മദ്രാസ് ഹൈക്കോടതി ഇന്ത്യ കാനൂണിന് അതെടുത്ത് കളയാനും നിർദ്ദേശിച്ചിരുന്നു. അദ്ദേഹം ഈ കോടതിയിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഓസ്ട്രേലിയയിലേക്ക് അദ്ദേഹം കുടിയേറിയിരുന്നു ഈ കേസിൽ വിട്ടയക്കപ്പെട്ട ശേഷം. പക്ഷെ ഓസ്ട്രേലിയയിൽ പൗരത്വം നിഷേധിച്ചു. അവർ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇന്ത്യ കാനൂൺ കിടക്കുന്നുണ്ട്, ഇയാളുടെ വിശദാംശങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ വിധിയിൽ ഇയാളുടെ പേരുമുണ്ട്. അങ്ങനെ പൗരത്വം പോയി. ഇത് ശരിയല്ല, അതുകൊണ്ട് ഇത് നീക്കണം എന്ന് പറഞ്ഞാണ് അദ്ദേഹം കോടതിയിൽ പോയത്. അത് മദ്രാസ് ഹൈക്കോടതി അനുവദിച്ചു. അതിനെതിരെയാണ് ഇപ്പോൾ
ഈ കേസ്. എന്നിട്ടാണ് ഈ റൈറ്റ് ടു ബി ഫൊർഗോട്ടൺ എന്നുള്ളതൊരു മൗലികാവകാശമാണോ, കുറ്റവിമുക്തൻ്റെ വിസ്മൃതി അതാണ് ഒരു മൗലികാവകാശമാണോ കേസിനെ സംബന്ധിച്ച് എന്ന് പരിശോധിക്കാനായിട്ട് പോകുന്നത്. ഇത് യൂറോപ്യൻ യൂണിയനിൽ 2014 മെയ്യിൽ ലക്സംബർഗിലാണ് ഈ രാജ്യാന്തര കോടതി ഹേഗിലാണെങ്കിൽ യൂറോപ്യൻ യൂണിയൻ്റെ ഏറ്റവും വലിയ കോടതി ലക്സംബർഗിലാണ്. അവിടെ ഈ റൈറ്റ് ടു ബി ഫോർഗോട്ടൺ എക്സിസ് എന്ന് പറഞ്ഞ് വിധി ഉണ്ടായിരുന്നു ആ കോടതിയിൽ നിന്ന്. ഇങ്ങനെ വിസ്മൃതി അവകാശം മൗലികാവകാശമാണ് എന്നുള്ള വിധി, മൗലികാവകാശമാണെന്നുള്ള വിധി യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ഉണ്ടായത് ഗൂഗിൾ സ്പെയിൻ കേസ് എന്ന് പറഞ്ഞൊരു കേസിലാണ്. അത് സ്പെയിനിൽ നിന്നുള്ള ഒരു അഭിഭാഷകൻ മരിയോ കൊസ്റ്റേജ ഗൊൺസാലസ് എന്ന് പറഞ്ഞ ആൾ കൊടുത്ത കേസാണ്. 1998 ഇയാൾ എന്തു പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്പെയിനിൽ സാമൂഹ്യ സുരക്ഷ ഫീസുകളൊക്കെ അടയ്ക്കുന്ന കാര്യത്തിൽ ഇയാൾ വീഴ്ച വരുത്തിയിരുന്നു. അത് കഴിഞ്ഞ് ഇയാൾക്ക് അവിടെ പിഴയൊക്കെ വിധിച്ചിരുന്നു. ഇയാൾക്ക് അങ്ങനെ സർക്കാർ ഭരണകൂടം പറഞ്ഞിട്ട് ഇയാൾക്ക് ഇയാളുടെ സ്വത്ത് ജപ്തി ചെയ്ത് വിൽക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ജപ്തി ചെയ്യാണ് സർക്കാർ. പക്ഷെ ഇതിനെ സംബന്ധിച്ച വിവരം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ ഇങ്ങനത്തെ ഒരാളാണെന്നുള്ള വിവരം കിട്ടും. ഇങ്ങനെ കടം വരുത്തിയ ആളാണെന്നും സർക്കാർ ഇയാളുടെ സ്വത്ത് ജപ്തി ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. അങ്ങനെയാണ് ഇദ്ദേഹം ലക്സംബർഗിലെ കോടതിയിൽ പോയത്. അങ്ങനെ ഗൂഗിളിനോട് ഇതൊക്കെ എടുത്ത് നീക്കാൻ, ഇയാളെ പറ്റിയിട്ടുള്ള ഈ പഴയ കേസിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് നീക്കാൻ പറഞ്ഞു. പിന്നെ നെറ്റ് സെർച്ച് ചെയ്താൽ ഇതൊന്നും കിട്ടില്ല. അത് അയാളുടെ സ്വകാര്യതയുള്ള കടന്നുകയറ്റാണ്. അയാൾക്കൊരു മൗലികാവകാശമുണ്ട്. അയാൾ ഇതിൽ നിന്നൊക്കെ മാറിക്കഴിഞ്ഞല്ലോ. ഇനി പഴയ കേസ് എന്തിനാണ് എന്ന് പറഞ്ഞൊരു ചോദ്യം, ന്യായമായ ചോദ്യമാണത്. അയാൾ അതിൽ നിന്നൊക്കെ പുറത്തു നിന്ന് കഴിഞ്ഞു. പിന്നീട് ലോയറായിട്ട് പ്രാക്ടീസ് ചെയ്ത് അയാൾ രക്ഷപ്പെടുകയും വീണ്ടും ജീവിതം കരിപ്പിടിച്ച് എയിൽ നിന്ന് തുടങ്ങി രക്ഷപ്പെടുകയൊക്കെ ചെയ്ത. പിന്നെ പഴയൊരു കേസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താണ് കാര്യം എന്നുള്ളതാണ്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ നിയമം വകുപ്പ് 7 സ്വകാര്യത കുടുംബജീവിതത്തിന്മേലുള്ള അവകാശം, വകുപ്പ് 8 വ്യക്തിപരമായ ഡാറ്റകളുണ്ടല്ലോ, നമ്മളുടെ ജീവിതം സംബന്ധിച്ച് ഒരുപാട് കണക്കുകൾ കാണുമല്ലോ പലയിടത്തും, അതിനെ സംബന്ധിച്ച സുരക്ഷ, അതാണ് 7, 8 വകുപ്പ്. അത് യൂറോപ്യൻ യൂണിയൻ്റെ ചാർട്ടറിൽ, അതായത് മൗലികാവകാശ രേഖയിൽ പെടുത്തിയിട്ടുണ്ട് 7, 8 വകുപ്പുകളായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെർച്ച് എഞ്ചിനുകൾ സാധാരണഗതിയിൽ വ്യക്തികൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവ് ചെയ്യണം, നീക്കിക്കളയണം എന്നാണ് യൂറോപ്യൻ യൂണിയൻ്റെ ആ രേഖയിൽ പറഞ്ഞിരിക്കുന്നത്. ആവശ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ അവിടെ കടന്നോളുമല്ലോ, ആവശ്യപ്പെട്ടാൽ മാറ്റിക്കളയണം. ഇനിയുള്ള കാലത്ത് ഇവ അപ്രസക്തമാണ് എന്ന് തോന്നുകയാണെങ്കിൽ അവ എടുത്ത് കളയാൻ പറഞ്ഞിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ രേഖയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വ്യക്തിപരമായ വിവരങ്ങളിൽ ഓരോ വ്യക്തിക്കും സ്വയം നിർണയാവകാശമുണ്ട് എന്ന് ആ രേഖയിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്നെ സംബന്ധിച്ച് എന്ത് വിവരമാണ് ജനം അറിയേണ്ടത് എന്നുള്ളത് എനിക്ക് തന്നെ നിർണ്ണയിക്കാം. ശരിയാണത്. മറ്റുള്ളവർ പറയുന്ന മറ്റു സാധനങ്ങളൊന്നും അറിയേണ്ട കാര്യമില്ലെന്നേ. എന്നെ പറ്റിയിട്ട്, എന്നെ പറ്റി, എൻ്റെ കുടുംബത്തിനെ പറ്റി, എൻ്റെ ഭാര്യയെ പറ്റി, കുട്ടികളെ പറ്റി അത് ഞാൻ പറഞ്ഞാൽ മതി, ഞാൻ നിർണ്ണയിക്കും. ഞാൻ ഇപ്പോൾ ഈ ഫേസ്ബുക്കിലൊക്കെയാണല്ലോ ആളുകൾ എല്ലാ പടങ്ങളും. സത്യത്തിൽ ഇതൊക്കെ മൂടി വെക്കേണ്ട കാര്യമാണ്. ഏത് കാലത്ത് ആളുകൾ ഏത് ആവശ്യത്തിന് ഉപയോഗിക്കും. ചിത്രങ്ങളൊക്കെ മോർഫ് ചെയ്യുന്ന കാലമൊക്കെയാണ്. ഞാൻ സാധാരണഗതിയിൽ ഒരു ചിത്രവും ഫേസ്ബുക്കിൽ എൻ്റെ ഇത് കൊടുക്കാറില്ല. സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം എളുപ്പമാകും അല്ലേ? വളരെ എളുപ്പമാണ്. അതൊന്നും ആലോചിച്ചിട്ടല്ല, നമ്മളെ പ്രദർശിപ്പിക്കണ്ട എന്ന് വെച്ചിട്ടാണ്. പക്ഷേ അതൊക്കെ വളരെ കുറയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അപ്രസക്തമായ വിവരങ്ങളൊന്നും ഒരു പോർട്ടലിലോ ആവശ്യമില്ല ഒരാളെ പറ്റി. അതൊരാൾക്ക് നിർണ്ണയിക്കാൻ അവകാശമുണ്ട് എന്ന് യൂറോപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഇത് സംബന്ധിച്ച ചില പരാമർശങ്ങളൊക്കെ പലയിടത്തും വന്നു പോയിട്ടുണ്ട് കോടതി രേഖകളിൽ. 1994 രാജഗോപാൽ വേഴ്സസ് തമിഴ്നാട് സർക്കാർ, ആ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു ഒരു വ്യക്തിക്ക്
ആൻ ഇൻഡിവിജ്വൽ ഹാസ് ദി റൈറ്റ് ടു ബി ലെറ്റ് അലോൺ. ഒരാളെ വെറുതെ അങ്ങ് വിട്ടേക്കണം, അതിനുള്ള അവകാശം അയാൾക്കുണ്ട്. അയാളുടെ സ്വകാര്യതയിൽ കടന്നു കയറണ്ട, അയാളെ വെറുതെ വിടുക, അതിനുള്ള അവകാശം ഓരോരുത്തരും ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. 2017 ജസ്റ്റിസ് KS പുട്ടസ്വാമി വേഴ്സസ് ഇന്ത്യൻ യൂണിയൻ, സർക്കാരും നമ്മുടെ സർക്കാരും KS പുട്ടസ്വാമി ആയിട്ടുള്ള കേസിൽ റൈറ്റ് ടു പ്രൈവസി, സ്വകാര്യതയെ സംബന്ധിച്ച അവകാശം മൗലികാവകാശമാണ് എന്ന് പറഞ്ഞിരുന്നു. അതിൽ SK കൗളാണ് എഴുതിയത് വിധി. ഈ കൗൾ എഴുതിയ വിധിയിൽ റൈറ്റ് ടു ബി ഫോർഗോട്ടൺ എന്ന് യൂറോപ്യൻ യൂണിയനിലൊക്കെ പറയുമല്ലോ, വിസ്മൃതി അവകാശം, അത് പരാമർശിച്ചിട്ടുണ്ട്. ഒരാളെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും കളയണമെന്നല്ല ഈ വിധിയിൽ പറഞ്ഞു. പൊതു താല്പര്യവുമായി ബന്ധപ്പെട്ടതല്ല എങ്കിൽ, പൊതുജനാരോഗ്യത്തിനെ സ്പർശിക്കുന്നതല്ല എങ്കിൽ, പൊതു താല്പര്യവുമായിട്ട് ഒരു ബന്ധവുമില്ല എങ്കിൽ, ശാസ്ത്രം, ചരിത്രം, ഗവേഷണം, നിയമപരമായ കാര്യങ്ങൾ, ഇത്തരം ഗവേഷണങ്ങൾക്കൊന്നും ആവശ്യമില്ല എങ്കിൽ അത്തരം വിവരങ്ങളൊക്കെ നീക്കിക്കളയാം എന്ന് ആ വിധിയിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇതിന് വിരുദ്ധമായ വിധികളും ഇന്ത്യൻ കോടതികളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് ധർമ്മരാജ് ഭാനുഭാസ്കർ ധാവെ വേഴ്സസ് ഗുജറാത്ത് സർക്കാരും ഭാനുഭാസ്കർ ധാവയും തമ്മിലുള്ള കേസ് 2017 നടന്നതാണ്. അതിൽ ഹൈക്കോടതി ഈ ഒരാളെ റാഞ്ചി കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിലെ വിധി, അതിലൊരാൾ വിട്ടയക്കപ്പെട്ടു. ഈ ധാവെ വിട്ടയക്കപ്പെട്ട ശേഷവും ഇത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടും. അങ്ങനെ കിട്ടിയിട്ട് ഇയാൾക്ക് ഓസ്ട്രേലിയൻ വിസ നിരസിക്കപ്പെട്ടു. അതുകൊണ്ട് ഇതൊക്കെ നീക്കണം എന്ന് പറഞ്ഞാണ് ധാവെ. അതാണ് സാർ നേരത്തെ പറഞ്ഞല്ലേ, വേണമെങ്കിൽ വിസ അല്ലെ ജോലി അവസരങ്ങളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അത് ഈ നടന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അങ്ങനെ ഓസ്ട്രേലിയൻ വിസ കിട്ടിയില്ല. പക്ഷെ ഇയാളുടെ ഈ ഹർജി തള്ളി. നിങ്ങൾക്ക് അങ്ങനെയൊന്നും അവകാശമില്ല, കോടതി വിധിച്ചതല്ലേ, അത് കടന്നോട്ടെ എന്ന് പറഞ്ഞ് വിധിച്ചു. അങ്ങനത്തെ ഒരു വിധിയിൽ മാനുഷികത അങ്ങനെ കാര്യമായിട്ട് ഉണ്ടോ ഇല്ലയോ, ഇതൊക്കെയാണ് സുപ്രീം കോടതി പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ എനിക്കൊക്കെ തോന്നുന്നത് അങ്ങനെ സ്വയം നിർണയാവകാശം ഇത്തരം കാര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ്. കുറ്റവിമുക്തനാണല്ലോ. അതെ, കുറ്റവാളിയാണെങ്കിൽ അത് തുടരുന്നതിൽ അർത്ഥമുണ്ട്. അതെ, ഇയാൾ കുറ്റവിമുക്തനാണ്. അതായത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ കോടതി വിധി പറയേണ്ടത്. അപ്പൊ അത് നോക്കുമ്പോൾ ഇയാൾ കുറ്റവിമുക്തനാണ്, പിന്നെ ഇയാൾ ഫ്രീ അല്ലേ. അപ്പൊ അയാളുടെ ആ ഒരു പാട്ടിന് വിടുന്നത് തന്നെയാണ് നല്ലത് അല്ലേ, സാധാരണ. പിന്നെ വേണമെങ്കിൽ സുപ്രീം കോടതിക്ക് നോക്കാവുന്ന ഒരു വശം, ഒരാളങ്ങനെ കുറ്റവിമുക്തനായിട്ടുണ്ട് എന്നുള്ളതും പൊതു സ്പേസിൽ, ഡിജിറ്റൽ സ്പേസിൽ കടന്നോട്ടെ. കാരണം വേറെ സമാനമായ കേസുകൾക്ക് ഈ പ്രീസിഡൻസ് നോക്കുമ്പോൾ, കീഴ്വഴക്കൊക്കെ നോക്കുമ്പോൾ ഇങ്ങനത്തെ കേസിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. ഈ കോടതി വിധിയൊക്കെ വെച്ച് മുൻവിധികളെയൊക്കെ കമ്പയർ ചെയ്ത് പറയുന്ന പോലെ അല്ലേ. അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരാൾ ആവശ്യപ്പെട്ടാൽ നീക്കുക എന്ന് നേരത്തെ ഒരു വിധിയിൽ പറഞ്ഞ പോലെ അതുവരെ കിടക്കട്ടെ എന്ന് വെക്കാൻ പറ്റുമായിരിക്കും. അതായിരിക്കും ചെയ്യാൻ എളുപ്പം എന്ന് തോന്നുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.